ഇമ്മ ഇരുന്നുറങ്ങുക? ഉറങ്ങിയതൊന്നല്ലൊരു പെണ്ണെ, നിസ്കരിച്ച് ഇരുന്നിട്ട് ചൊല്ലി പറയായിരുന്നപ്പോളേ മുഖം തൂക്കന്നെ. അത് പിന്നെ അങ്ങനെയാണല്ല, എത്ര ഉറക്കം വന്നില്ലാന്നുണ്ടെങ്കിലും ഒന്ന് ചൊല്ലി പറയായിരുന്ന അപ്പം മുഖം തൂക്കും. ഈ ഇബ്ലീസിന്റെ ഓരോരോ പണിയോള്. എന്നാ പിന്നെ ഇരുന്നുറങ്ങാണ്ട് ഈ ചായ കുടിച്ചിട്ട് കുറച്ചേരം നന്നായിട്ട് കിടന്നുറങ്ങിക്കോളി. എന്താ? ആ, അതെന്തായാലും നന്നായി. ഈ നേരമാകുമ്പളേ ഒരു ഗ്ലാസ് ചൂട് ചായ കുടിച്ചാൽ തന്നെ കുറേ ഒരു സുഖാണ്. ചെക്കൻ നീട്ടിട്ടില്ലല്ല? ഇല്ല, നീക്കാനായി തുടങ്ങിക്കണ്. അല്ലമ്മ, റിയ എന്തേ റൂമിലൊന്നും കാണാനില്ലല്ലോ? ഓളല്ലേ ഞാൻ നിസ്കരിക്കാൻ നിൽക്കണ നേരത്ത് ഫോൺ എടുത്തുങ്ങാണ്ടാണ്ട് ഊഞ്ഞാലിൻ്റെ അവിടേക്ക് പോയിരുന്നേ. അകത്തേക്ക് വന്നിട്ടില്ലേ? ഇല്ല, അകത്തും മോളിലും ഒന്നും കാണാനില്ല. ഞാൻ അവിടെയൊക്കെ നോക്കി. കോളേജ് കഴിഞ്ഞ് വന്നിട്ട് ഓളൊന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു നോക്കിയിട്ട് അവിടെ ഒന്നും ഇല്ലേനു. ആ, ഇന്നാ പുറത്ത് ഫോണും കുടിച്ചാണ്ട് ഇരിക്കുന്നുണ്ടാവും. ഇപ്പത്തെ കുട്ടികൾക്ക് നേരത്തിന് തിന്നാനും വേണ്ട കുടിച്ചാനും വേണ്ട, അതിങ്ങനെ തോണ്ടിയിരുന്നാ ഒക്കെ ആയി. നിങ്ങൾ ചായ കുടിച്ചോടി, ഞാൻ പുറത്ത് പോയോക്കട്ടെ. ആദ്യം മിസ്ഡ് കോൾ ഉണ്ടല്ലോ, ഞാൻ കണ്ടില്ല. ഇമ്മ വെറുതെ അല്ല പറഞ്ഞത്. അനക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് തിന്നാനും കുടിക്കാനൊന്നും വേണ്ടവളെ. എത്ര ടൈമായി? ഈ ഫോൺ തോണ്ടിരുന്നാ മതിയോ? ചായ എടുത്ത് വെച്ചിക്കണ്. എനിക്കിപ്പോ ഒന്നും വേണ്ട ആൻറ്റി. ആൻറ്റി കുടിച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നോളാം. ഇപ്പൊ ഒന്നും വേണ്ടാന്നാ? എന്താ അറിയാ, എന്താ എൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല, ആൻറ്റിക്ക് വെറുതെ തോന്നണതാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, ആൻറ്റി പോയിക്കോ. ഇജിന്നോട് ഒളിക്കാനൊന്നും നോക്കണ്ട. എൻ്റെ കണ്ണൊക്കെ വല്ലാണ്ട് കലങ്ങിയിട്ടുണ്ടല്ലോ. ഈ കറിയായിരുന്നോ? എന്താ അറിയാ, കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? റിയമോളെ, എന്താടി പ്രശ്നം? ഇജിന്ന് എത്ര സന്തോഷത്തോടെ കോളേജിൽ പോയത്? എന്താ കാര്യം പറയ്. അതെ ആൻറ്റി, ഒരുപാട് സന്തോഷത്തോടെ ഞാൻ കോളേജിൽ പോയത്. പക്ഷെ അതിന്റെ ഇരട്ടി സങ്കടത്തോടെ ഞാനിപ്പോ ഇരിക്കണത്. ഇരട്ടി സങ്കടത്തോടെ? എന്താ കാര്യം? എന്താ കാര്യം എന്നൊന്നും എനിക്കും മനസ്സിലായിട്ടില്ല ആൻറ്റി. പക്ഷെ ഞാൻ കോളേജിൽ ചെന്നപ്പോ എന്റെ ഫ്രണ്ട്സ് എല്ലാരും എന്നൊരു ശത്രുവിനെ പോലെ കണ്ടത്. എന്നോടെല്ലാരും നല്ല മോശമായിട്ട് പെരുമാറിയത്. ഒരുപാട് സന്തോഷത്തോടെ ഞാനിന്ന് കോളേജിൽ പോയതെന്ന് ആന്റിക്കും അറിയാലോ. പക്ഷെ അവിടെ എത്തിയപ്പോ മതി നിന്റെ ഈ നാടകം. നീ വല്ലാതങ്ങ അഭിനയിക്കല്ലേ? ആ പാവങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? തേപ്പുകാരി, ഇത്രയൊക്കെ പറഞ്ഞ് നീ ആ പാവങ്ങളെ പറ്റിച്ചിട്ട് എങ്ങനെയാടി നിനക്ക് ഈ കോളേജിൽ തിരിച്ചു വരാൻ തോന്നിയത്? കഷ്ടം. അവളെല്ലാരും എന്നോട് അങ്ങനെ പെരുമാറിയപ്പോ എനിക്ക് എത്ര സങ്കടമായി എന്നറിയോ ആന്റിക്ക്? അങ്ങനെയാണോ? അപ്പൊ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. അല്ല, അമ്നാന്റെ അജുവിന്റെ ഒക്കെ ഫോൺ നമ്പർ എന്റെ കയ്യിലില്ലേ? ഈ അവർക്ക് രണ്ടാക്കൊന്ന് വിളിച്ചു നോക്ക്.
ഞാൻ കോളേജ് തൊട്ടുള്ള വിളിച്ചു നോക്കല രണ്ടാൾക്കും. അജുക്കാൻ്റെ ഫോൺ ഓഫാണ്. അമ്മയാണെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ കട്ടാക്കുക. അതെന്താന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല. ഇത്രയും നേരം ഇരുന്ന് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിളിക്കുമ്പോൾ കട്ടാക്കിക്കൊണ്ടിരിക്കുക. ഇച്ച് സമാധാനമായിട്ടിരിക്ക്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാം. ഇമ്മി ഒന്നുകൊണ്ട് വരട്ടെ. അല്ലറിയാ, അജുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോഴല്ലേ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞത്. അമ്മയുടെ ഫോണ് റിങ് ചെയ്യണില്ലേ? ഈ ആ നമ്പർ ഉണ്ട് കാണിച്ചാ, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കിയാലോ? ആ, എന്നാൽ പിന്നെ ആൻറ്റി ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ അമ്മൻ്റെ നമ്പർ തരാം. ഇതാ അമ്മൻ്റെ നമ്പർ. വിളിച്ചു നോക്ക് ആൻറ്റിയെ. ആ കാണിച്ചാ, ഞാൻ അടിച്ചു നോക്കട്ടെ. റിങ് ഉണ്ട്. ആ ഹലോ, അമ്മയാണോ? അതെ, ആരാണ്? മനസ്സിലായില്ല. ആ അമ്മ, ഞാനേ റിയയുടെ ആൻറ്റിയാണ്, ദിലു. എടുത്താ എന്തൊക്കെ അമ്മ വിശേഷം? ഈയോ അജുന്ന് കോളേജിൽ പോയിട്ടില്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ല, അനക്കും അജുനും വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ടേ ഇവിടെ റിയ ഭയങ്കര ടെൻഷനിലാണ്. അതാ ഞാൻ വിളിച്ചു നോക്കിയത്. ഞാൻ റിയക്ക് ഫോൺ കൊടുക്കേ. ഓ, കല്യാണം പറയാൻ വേണ്ടി വിളിച്ചതാവൂലേ? ഓളെപ്പോലെ ഇങ്ങനത്തെ ഒരു ചതിത്തിനാണല്ലോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത്. ഇജെന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, ഓളെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഓളെ ജീവന് തുല്യ സ്നേഹിച്ചതിന് ഇക്കോ അജുക്കാക്കോയെ നല്ലോണം വയറ് നിറച്ച് കിട്ടി. പടച്ചോന്റെ കാവലുകൊണ്ട് മാത്രമാണ് എന്റെ അജുക്കാനെ ഇന്ന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയത്. അമ്ന, ഈ എന്താടോ ഇങ്ങനൊക്കെ പറയണത്? അനക്ക് വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി റിയ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേ. ഓളിന്ന് കോളേജിൽ പോയപ്പോഴേ അവിടെ എല്ലാവരും എന്തോ ഓളോട് കുറച്ച് മോശമായിട്ട് പെരുമാറിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൾക്ക് ഫോൺ കൊടുക്കട്ടാ, നിങ്ങളൊന്ന് സംസാരിക്ക്. ആരോടൊന്നും പറയാനില്ല. ദയവ് ചെയ്തിട്ടേ ഇനി അവളെ കാര്യം പറഞ്ഞാണ്ട് ആർക്കും വിളിക്കരുത്. ഹലോ ഹലോ അമ്ന, ഫോണ് വെച്ചല്ലോ മോളെ. അതെന്തിപ്പോ കട്ടാക്കി? എന്താ ആൻറ്റിയെ, എന്താ അമ്മ പറഞ്ഞത്? എനിക്കറിഞ്ഞോട് മോളെ, ഓള് പറഞ്ഞതൊന്നും എനിക്കും മനസ്സിലായില്ല. പക്ഷേ എൻ്റെ കല്യാണക്കാര്യം അത് ഓൾ അറിഞ്ഞിട്ടുണ്ടെന്നാ തോന്നണത്. സത്യമാണ് ആൻറ്റിയെ, വെറുതെ അല്ല കോളേജിലെല്ലാരും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ഇജ് ടെൻഷൻ ആവണ്ട. ഇത് എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വന്ന പ്രശ്നമാണ്. എന്തായാലും ഇപ്പം ഇമ്മയും കടയിൽ നിന്ന് വരട്ടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം. അവസാനം വെച്ച് ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ടാണോ ആൻറ്റിയെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? എന്തിനിക്കു മാത്രം ഇങ്ങനെ? ഇജ് ടെൻഷൻ ആവല്ലേ, ഒക്കത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ പിന്നല്ലേ, അനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്ത് ഗുഡ് ന്യൂസ്? അന്റെ കല്യാണക്കാരിയെ നമ്മള് ഇലക്കും മുള്ളിനും ഒന്നും കേടുപാടില്ലാണ്ട് കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷർക്കിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല ആൻറ്റി എന്താ പറയണത്? ഇപ്പം ഇമ്മിന്ന് അവർ വീട്ടിൽ പോയിരുന്നാ? ഓര് മാത്രല്ലടി, ഞാനും പോയിരുന്ന്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാനിങ്ങോട്ട് പോന്നതാ. ഇമ്മിപ്പം കൂടി കടയിലും കൂടി കയറിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാ. ഇപ്പൊ വരിയിരിക്കും. അല്ല ആൻറ്റിയെ, അവർ ഈ കല്യാണം നടക്കൂല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പാൻ എന്തെങ്കിലും പറഞ്ഞോ? അതൊക്കെ വലിയ കഥയാണ് മോളെ. ഞങ്ങൾ കുഞ്ഞോളോടൊക്കെ ആദ്യം പോയത്. കുഞ്ഞോളോടെ ചെന്നിട്ട് ഓലോടുള്ളവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അമ്മായിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട്
കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തി തരാൻ പോകട്ടാ. അപ്പോൾ ഒന്ന് ലാക്മിയുടെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇപ്പം നല്ല ചൂടും കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനും അതുപോലെ തന്നെ ഇതാ പിന്നെ എന്താണ് SPF 15++++ വരുന്ന, അതായത് 3-4+ എക്സ്ട്രാ വരുന്ന ഒരു സൺസ്ക്രീനാണ് ഇതിട്ട്. അത് നല്ല അടിപൊളി സൺസ്ക്രീനാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഇതിൻ്റെ റിവ്യൂ അറിഞ്ഞൂടോ. പക്ഷേ ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടതിൽ ബെസ്റ്റായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ ഇപ്പോഴത്തെ ചൂടിൽ നിന്ന് നമ്മൾ രക്ഷ നേടാനൊക്കെ എപ്പോഴും SPF 15+++ ഉള്ള സൺസ്ക്രീനുകൾ നോക്കി വാങ്ങിക്കട്ടെ. അതായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. അപ്പോൾ അതിൽ പെടുന്ന 2 സൺസ്ക്രീനാണിത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം നല്ല ഓഫറിൽ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ 2ൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് ഞാൻ എനിക്ക് വേണ്ടി സ്പെഷ്യൽ വാങ്ങിച്ചൊരു സംഭവമാണ്. കാരണം എല്ലാവർക്കും അറിയില്ല, ചിക്കൻ ബോക്സും കാര്യങ്ങളും വന്നപ്പോൾ ഇതിൻ്റെ തലയിലൊക്കെ നിറയെ രീതിയിൽ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയൊക്കെ ഒരു കണക്കായി കിടക്കുകയാണ്. കൂടുതൽ എടുക്കുന്നതിൻ്റെ ശരീരം തന്നെ മൊത്തത്തിലൊന്ന് ലെവലാക്കി എടുക്കേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലയ്ക്ക് വേണ്ടി, അതായത് മുടിക്ക് വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചൊരു സംഭവമാണ് മാമാ എർത്തിൻ്റെ ഒനിയൻ എയർഫോൾ കണ്ടീഷണർ കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ച് ഇതിൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കൊണ്ടുവരണം. അതുപോലെ തന്നെ മിനി മിസ്സിൻ്റെ ഈ ഒരു സ്കിൻ എന്താ ഇതില്ലേ, ഈ ഒരു സംഭവം നല്ല ഒരു ഇതാണ് പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ B5 10% പിന്നെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ക്രീമാണ് ഇതിട്ട്. അപ്പോൾ അതായത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് വെച്ചാൽ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നോക്കാൻ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു 4 പ്രോഡക്റ്റ് ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല ഓഫർ റേറ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും.